ഇപ്പം നമ്മളിവിടെ കാണുന്നത് ഒരു വേസ്റ്റ് കുഴിയാണ്. വേസ്റ്റ് കുഴി എന്ന് പറഞ്ഞാൽ മിനിമം നമ്മൾ ഇതിൽ കളക്കുമ്പോൾ ഒരു 7 അടിയെങ്കിലും നമുക്ക് എന്ത് വേണം, വീതിക്ക് കളക്കണം. എങ്കിലുള്ളൂ നമുക്കതിൻ്റെ വീതി കെട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുള്ളൂ. ഈ 7 അടിക്ക് വീതിക്ക് നമ്മൾ കളച്ച് കഴിഞ്ഞാൽ 2 സൈഡും 2 അടി കെട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് 3 അടി അതിൻ്റെ ഉൾഭാഗം കിട്ടും. അഥവാ നമ്മൾ 7 അടിയിൽ കമ്മിയായി കളച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ പിന്നെ 2.5 അതുക്കും മേലെ കിട്ടൂല, കമ്മിയല്ലാതെ. അപ്പം പിന്നെ തീരെ കുറവായിരിക്കും. അപ്പോൾ ഇതുപോലെ നീളത്തിലുള്ള വേസ്റ്റ് കുഴി കിടക്കുമ്പോൾ എന്താണെങ്കിലും കുറച്ച് മിനിമം ഒരു 7 അടിയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ 3 അടി ഉൾഭാഗം കിട്ടും. അല്ലെങ്കിൽ അടിയിൽ ഒരു 55 വെച്ചിട്ട് 5 സെൻറ്റിമീറ്റർ കറക്റ്റ് നമ്മൾ ഈ നൂലുമ്പക്ക് 55 സെൻറ്റിമീറ്റർ വീതി വെച്ചിട്ട് ആ കറക്റ്റ് നൂലുമെന്ന് ഒരു 5 സെൻറ്റിമീറ്റർ നമ്മൾ ആ നൂലുമെന്ന് കറക്റ്റ് തൂക്കൊണ്ടിട്ടിട്ട് കറക്റ്റ് അടിക്ക് തൂക്കിയിട്ട് ആ തൂക്കുണ്ടുമെന്ന് ഈ കുഴിയുടെ ഉൾഭാഗത്തേക്ക് ഒരു 4 സെൻറ്റിമീറ്റർ തോതെടുത്തിട്ട് അതിൽക്കൊരു മാർക്ക് ചെയ്തിട്ട് അങ്ങനെ അടിയത്തെ കല്ല് നമ്മൾ വെക്കണ കല്ല് കംപ്ലീറ്റ് ആ മാർഗയ്ക്ക് ലൈനാക്കിയിട്ട് നീളത്തിൽ ഇങ്ങോട്ട് വെച്ചിട്ട് കറക്റ്റ് നൂലുമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 5 സെൻറ്റിമീറ്റർ തരിപ്പ് കിട്ടും. സ്ലോപ്പ് കേട്ടോ, തരിപ്പല്ല, സ്ലോപ്പ് കിട്ടും. ഇതിൽ സ്ലോപ്പ് വയ്ക്കുമ്പോൾ പിന്നെ ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യണത് ഇങ്ങനെയാണ്. ഇപ്പം നമ്മൾ സ്ലോപ്പ് നോക്കുമ്പോൾ ഈ ഒരു വീടിൻ്റെ പാതകത്തിൻ്റെ ആ ഒരു ലെവലിൽ കണ്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ വാട്ടർ ലെവൽ കാണണം. എന്നിട്ട് ഈ പാതകത്തുമെന്ന് ഒരടി താഴ്ത്തിയിട്ട് വേണം ഈ ഒരു കുഴി നിർത്താൻ. ആ ഒരടി എന്തിനാണ് താഴ്ത്തി നിർത്തണു എന്ന് ചോദിച്ചാൽ നമുക്ക് വന്നിട്ട് ഇതിൻ്റെ മുകളിൽ സ്ലാബും ഒരു 6 ഇഞ്ച് സ്ലാബും വന്നു കഴിഞ്ഞാൽ ഒരു 4 ഇഞ്ച് കനത്തിൽ മണ്ണ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഈ കുഴി ഉള്ള കാര്യം തന്നെ പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. പിന്നെ ഇവിടെ കുഴിയുടെ കാര്യമൊന്നും നോക്കി കാണാൻ കഴിയില്ല. പിന്നെ അതുപോലെ മുറ്റം പണിക്ക് വരുമ്പോൾ അത് കവർ ചെയ്ത് പോകും. അപ്പോൾ ആ ഒരു കവറിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാതകത്തുമെന്ന് നമ്മളൊരു 6 ഇഞ്ച്, അതായത് ഒരടി താഴ്ത്തി നിർത്തി കഴിഞ്ഞാൽ 6 ഇഞ്ച് സ്ലാബിൻ്റെ കനം, പിന്നെ ഒരു 6 ഇഞ്ച് മണ്ണിടാനുള്ള ഗ്യാപ്പും ഉണ്ടാവും. അങ്ങനെ ഇവിടെ ഫുള്ള് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടെന്ന് വെച്ചാൽ ഇവിടെ പിന്നീട് ഈ ഒരു സ്ലാബുള്ള കാര്യമൊന്നും അറിയില്ല. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു സ്ലോപ്പ് 4-5 അത് നമ്മൾ ഈ പറഞ്ഞ ആ ഒരു പാതകത്തുമെന്ന് കറക്റ്റ് ഇത് പിടിച്ചിട്ട് വാട്ടർ ലെവൽ പിടിച്ചിട്ട് വേണം ഈ 4-5 സ്ലോപ്പ് വയ്ക്കാൻ. എന്നാലുള്ള ഒരേ സ്ലോപ്പ് മുകളിലേക്ക് കിട്ടുള്ളൂ. അഥവാ നമ്മൾ മുകളിലേക്ക് കറക്റ്റ് സ്ലോപ്പ് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ സ്ലോപ്പും കൂടെ ഇവിടെ കാണാൻ കഴിയില്ല. കറക്റ്റായിട്ട് സ്ലോപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പാതകത്തുമെന്ന് ഒരടി സ്ലാബിൻ്റെ മണ്ണിൻ്റെ കാലം ഒരടി കഴിച്ചിട്ട് ആ സ്ലാബ് ഇരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ ഒരു സ്ലോപ്പ് കണ്ടിട്ട് വേണം, നൂലിട്ടിട്ട് വേണം നമുക്ക് ഈ 4 മുകളിൽ വരെ, അതായത് ഈ പാതകത്തിൻ്റെ ഈ കെട്ടിൻ്റെ ടോപ്പ് വരെ ഒരേ സ്ലോപ്പ് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങൾ തന്നെ ശ്രദ്ധിക്കാറുണ്ട്, അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഒരു ബാത്റൂമിൻ്റെ ഒരു ഏരിയ ആണ് ഉള്ളത്. ഇവിടെ നേരത്തെ നമ്മൾ ചെയ്യാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ കണക്കിൽപ്പെടാത്തത് കൊണ്ട് ഇവിടെ ഈ ഒരു ബാത്റൂം ഈ ഒരു ഏരിയ ഫുള്ളാക്കി കഴിഞ്ഞാൽ ഇവിടെ പുറത്തുനിന്നുള്ളൊരു ബാത്റൂമും ഇവിടെ സെറ്റാക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്ലാനിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ എടുക്കാനുള്ള കാരണം ഇതാണ്. പിന്നെ നമ്മൾ ഇവിടെ ചെയ്യണം വെച്ചാൽ ഇവിടെ ആ ഒരു സൈഡ് കെട്ടും കൂടെ അങ്ങനെ കെട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കുഴി വേസ്റ്റ് കുഴി ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് സൈഡ് കെട്ടും കൂടെ അങ്ങനെ കെട്ടുന്നുണ്ട്. അപ്പോൾ ഈ സൈഡ് കെട്ട് എങ്ങനെയാ വെച്ചാൽ പിന്നെ സൈഡ് കെട്ട് നമ്മളൊരു 60 വണ്ണം വെച്ചിട്ടുണ്ട്, അടിയിലൊരു 70 വണ്ണം വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൽ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് വരുമ്പോൾ നമുക്ക് കെട്ടിൻ്റെ തള്ളിച്ചൊന്നും വരാതിരിക്കാൻ അടിയിലൊരു 70ഉം പിന്നെ മുകളിലേക്ക് ഒരു 60ഉം ആ ഒരു ലെവലിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതങ്ങനെ കെട്ടിങ്ങാണ്ട് അവിടെ കൊണ്ട് വെക്കണം. അതുപോലെ തന്നെ ഈ ഒരു കെട്ടും കൂടെ അതിൻ്റെ കൂടെ പൊന്തിക്കണം. ആ ഒരു കുഴി ഇങ്ങനെ പടത്ത് പൊന്തി വരുമ്പോഴത്തോ ഈ ഒരു കെട്ടിങ്ങനെ പൊന്തിച്ചിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും, ഇവിടെ 2 അടി ഗ്യാപ്പ് ഉണ്ടാവും മണ്ണ് ഫില്ല് ചെയ്യാൻ. അതായത് വേസ്റ്റ് കുഴീൻ്റെ സൈഡ് കെട്ടിൻ്റെ ഇവിടെ അടിയിൽ 2 അടി ഗ്യാപ്പ് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. പിന്നെ അവിടെ തറയിലൊക്കെ മണ്ണിട്ട് വെച്ചിട്ടുണ്ട്. തറപ്പണി കഴിഞ്ഞിട്ട് ബെൽറ്റ് കേട്ട് മണ്ണിട്ട് വെച്ചാൽ ചളിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ മിക്കവാറും ആളുകളും ചളിയാക്കാറില്ല.
അപ്പോൾ അത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടില്ല. അപ്പം ഇനി അതിൽ വെള്ളമൊക്കെ അടിച്ചാൽ ചളിയാക്കി സെറ്റാക്കി വെക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. ഇന്നത്തെ പരിപാടി ഇതാണ്. പിന്നെ നമ്മളിവിടെ കുറേ ബാത്റൂമിൽ കുഴി കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കല്ലൊക്കെ അവിടെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. കുറേ കല്ല് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ. കുറച്ച് കല്ല് നമ്മളെ മുകളിൽ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കറക്റ്റ് ലെവലാക്കി അടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ ഒരു ഗ്യാപ്പിൽ കല്ലിങ്ങനെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ, ഇതിൽ കല്ലിട്ട് കഴിഞ്ഞാൽ അടിക്കാൻ പറ്റില്ല, ഗ്യാപ്പ് ഉണ്ടാവില്ല. കല്ല് സീറ്റിംഗ് ആയിട്ട് വെച്ച് അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കല്ലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അടിച്ചിട്ട്. പിന്നെ ഇതിൽ കുറച്ച് കല്ല് ഇട്ടിട്ട് നല്ല കല്ലിൻ്റെ മുകളിലിടും. പിന്നെ അതങ്ങനെ കയറ്റി വെച്ചിട്ട് പാക്ക് ചെയ്ത് പോരും. അപ്പോൾ നമ്മൾ പരിപാടികൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, മുഴുവനായിട്ട് കാണണം. അതുപോലെ ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ വീണ്ടും വരാം. എല്ലാവർക്കും ഗുഡ് ബൈ.